നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രതിസന്ധികൾ എന്തു തന്നെ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് തെരഞ്ഞെടുപ്പിലായിരുന്നാലും രാഷ്ട്രീയ ജീവിതത്തിലായിരുന്നാലും വിജയിക്കുന്നവരെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ തോതിലുള്ള ഇടർച്ച സംഭവിച്ചിട്ടും അദ്ദേഹം ഒരിഞ്ച് പിന്മാറാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം അനുഭവിച്ചിട്ടും അതൊക്കെ മറികടന്നുകൊണ്ട് ശക്തമായി പോരാടുന്നു. നരേന്ദ്രമോദിക്ക് ഒത്ത എതിരാളി എന്ന് മാത്രമല്ല, അദ്ദേഹം ഭയപ്പെടുകയാണ് രാഹുൽ ഏത് നിമിഷവും സിംഹാസനം കയ്യേറാൻ സാധ്യതയുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്ത് ജനാധിപത്യ സംവിധാനം ഒക്കെ വരുന്നതിന് എത്രയോ കാലം മുമ്പ് ഈ രാജ്യത്തെ കൃത്യമായും ബ്രിട്ടീഷുകാരിൽ നിന്നും പോരാട്ടത്തിലൂടെ നേടിയെടുത്ത പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് കൃത്യമായി പുതിയ നീക്കങ്ങൾ വരികയാണ്. ബീഹാറിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു വലിയ ദ്വന്ദ്വ യുദ്ധമാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ തന്നെയാണ് ആ യുദ്ധം. തേജസ്വി അതുകൊണ്ടാണ് പറഞ്ഞത്, അവിടെ മത്സരിക്കുന്ന 243 പേരും രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധികളാണ്. തേജസ്വി യാദവ് വളരെ വ്യക്തമായി പറയുന്നു, RJD എന്നോ കോൺഗ്രസ് എന്നോ ഇല്ല, നമ്മളിപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ആശയപരമായ യുദ്ധമാണ്. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമല്ല, ഇത് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തണം. ബീഹാർ ജനതയെ ഒന്നടങ്കം കൃത്യമായി അവഹേളിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച BJPക്ക് ഒരു പാഠം കൊടുക്കേണ്ടതാണ്. നമുക്കറിയാം, വിവിധ ജില്ലകളിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പരിപാടികൾക്ക് അനുമതി നൽകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഭയപ്പെടുകയാണ് അവർ. കാരണം അദ്ദേഹം നടത്തുന്ന റോഡ് ഷോയും റാലിയുമൊക്കെ വലിയ തോതിൽ വിജയകരമായി മാറുമോ എന്ന ഭയം അത് വല്ലാതെ അലട്ടുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം വളരെ ദുർഘടം പിടിച്ചതാണ് എന്ന് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം. ഗോദി മീഡിയകളെ ഉപയോഗിച്ച് പെയ്ഡ് പ്രൊമോഷൻ നൽകി ഇതാ 130 മുതൽ 150 സീറ്റ് വരെ അവിടെ NDA നേടിയെടുക്കും എന്ന് കള്ളപ്രചരണം നടത്തിയത് കൊണ്ടായില്ല. കാരണം ആ പ്രചരണമൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നത് അവർക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പരിവർത്തനം നടത്തുന്ന കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും അനുയോജ്യൻ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച് അവരുടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ തേജസ്വിയാണ്. തേജസ്വിയെ ഒരു റൗഡിയായി ചിത്രീകരിക്കാനായിരുന്നു BJPയുടെ ശ്രമം. അത് പൊളിച്ചടുക്കി കൊടുത്തത് അദ്ദേഹം കുറച്ചു നാൾ നിതീഷിൻ്റെ കൂടെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത നയങ്ങളായിരുന്നു. തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് മറ്റ് സംസ്ഥാനങ്ങളോ മറ്റ് രാഷ്ട്രങ്ങളോ തേടി പോവേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ഞാൻ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് ആ മനുഷ്യൻ 36-കാരൻ മുഷ്ടിയോടെ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം കൊടുത്തല്ലേ മതിയാവൂ എന്നാണ് കൃത്യമായി ജനങ്ങൾ ചോദിക്കുന്നത്.